മെഡിക്കൽ ഫീൽഡിലെ അലൈഡ് ഹെൽത്ത് സയൻസ് കാറ്റഗറിയിൽപ്പെട്ട ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതും അതുപോലെ തന്നെ കുട്ടികളൊക്കെ പഠിക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കോഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഏതാണല്ലേ? BSc MIT മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി. അപ്പം BSc MIT എന്ന് മാത്രം കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. കാര്യം ഇത് പല പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. BSc റേഡിയോളജി, BSc റേഡിയോ തെറാപ്പി, BSc MIT മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി, BSc റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി, BSc മെഡിക്കൽ റേഡിയേഷൻ തെറാപ്പി, ഇങ്ങനെ പല പേരുകളുണ്ട് ഇതിന് കേട്ടോ. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു പേര് കേൾക്കുമ്പോഴേക്കും നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവണ്ട. പല പല പേരുണ്ടെങ്കിലും കോഴ്സ് വരുന്നത് സെയിം തന്നെ കോഴ്സാണ്. അതായത് ഓരോ യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റിലാണ് നമ്മൾ ഇത് പല പല പേരുകളിൽ അറിയപ്പെടുന്നത്. നമ്മുടെ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ BSc റേഡിയോളജി എന്നൊക്കെയാണ് നമ്മൾ ഇതിനെ പൊതുവായിട്ട് അറിയപ്പെടുന്നത്. ഏതൊരു ഹോസ്പിറ്റൽ എടുത്താലും അവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റാണ്. കാരണം എന്താണെന്നല്ലേ, നമ്മളൊരു ഡോക്ടറിനെ കാണാൻ വേണ്ടി ഒരു ഹോസ്പിറ്റലിൽ എന്തെങ്കിലും അസുഖമായിട്ട് ചെന്നെന്ന് വെച്ചോ, നമ്മളത്തെ ഡോക്ടർ എന്താണ് ആദ്യം പറയുന്നത്? ഒരു CT സ്കാനോ MRI സ്കാനോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു എക്സ്റേ എടുത്തിട്ട് വരും എന്നാണ് നമ്മുടെ അടുത്ത് പറയുന്നത്. അപ്പൊ ഇതിനൊരു റീസൺ ഉണ്ട്. കാര്യം എന്ന് വെച്ചാല് നമ്മളുടെ ഹ്യൂമൻ ബോഡിയുടെ ഇന്റേണൽ സ്ട്രക്ചറിനെ മെഡിക്കൽ ഇമേജിംഗ് യൂസ് ചെയ്തുകൊണ്ട് വിഷ്വലൈസ് ചെയ്ത് ആ ഒരു വിഷ്വൽ ഇമേജ് എടുത്തുകൊണ്ട് നമ്മളുടെ രോഗം ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി ത്രൂ നമുക്ക് സഹായിക്കും. സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ അൾട്രാസൗണ്ട് സ്കാനിങ്, CT സ്കാൻ, MRI സ്കാൻ, എക്സ്റേ ഇങ്ങനെയുള്ള മെഷീൻസിലൂടെ ഹ്യൂമൻ ബോഡിയെ കടത്തിവിട്ട് അതിന്റെ ഇന്റേണൽ സ്ട്രക്ചറിന്റെ ഇമേജസ് എടുക്കുക മാത്രമാണ് ഈ ഒരു കോഴ്സിലൂടെ മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. ഇനി ഇതിന്റെ കോഴ്സ് ഡ്യൂറേഷൻ വരുന്നത് 3+1 ഇയർ ആണ്. അതായത് 3 വർഷത്തെ കോഴ്സ് പ്ലസ് 1 ഇയർ കമ്പൽസറി ഇന്റേൺഷിപ്പും ആണ്. നമുക്ക് ഇത് കൂടാതെ ഇതിന്റെ ക്വാളിഫിക്കേഷൻ വരുന്നതെന്ന് പറയുന്നത് +2 PCB, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി കമ്പൽസറി ആയിട്ട് സ്റ്റുഡന്റ് പഠിച്ചിരിക്കണം. മിനിമം 50% എബോ മാർക്കും ഉണ്ടായിരിക്കണം. ഇനി നമുക്ക് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് BSc ഇൻ റേഡിയോളജി യു ക്യാൻ ഓൾസോ ടു MSc, ഹയർ ഓപ്ഷൻസ് ആയിട്ട് MScയും അവൈലബിൾ ആയിട്ടുണ്ട്. കൂടാതെ തന്നെ BSc മാത്രമല്ല, ഇതിന് ഡിപ്ലോമ കോഴ്സും അവൈലബിൾ ആയിട്ടുണ്ട്. ഡിപ്ലോമ ഇൻ MIT അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ റേഡിയോളജി കോഴ്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഡിപ്ലോമ കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ എല്ലാ സ്ട്രീംസ്, അതായത് എനി സ്ട്രീംസ് ഇൻ +2 ഏത് സ്ട്രീം എടുത്തവർക്കും നമുക്ക് ഈ ഒരു ഡിപ്ലോമ കോഴ്സ് എടുക്കാവുന്നതാണ്. ഒരുപാട് സ്റ്റുഡൻസിന്റെ അടുത്തുനിന്ന് പലപ്പോഴായിട്ട് ഞാൻ കേട്ടിട്ടുള്ള ഒരു ഡൗട്ടാണ്, റേഡിയോളജി അല്ലെങ്കിൽ MIT കോഴ്സ് സെയിം ആണോ ഡിഫറെന്റ് ആണോ? ഈസ് റേഡിയോളജി ഓർ MIT സെയിം ഓർ ഡിഫറെന്റ്? അപ്പൊ ഇതിനൊന്നൊരു ഉത്തരം തന്നാലോ? നേരത്തെ പറഞ്ഞ പോലെ തന്നെ MIT കോഴ്സിലൂടെ നമ്മൾ മെയിൻ ആയിട്ട് അറിയുന്നത് CT സ്കാൻ, MRI സ്കാൻ, അൾട്രാസൗണ്ട് സ്കാനിങ്, എക്സ്റേ ഇങ്ങനെയുള്ള മെഷീൻസിലൂടെ നമ്മളുടെ ഇന്റേണൽ ഹ്യൂമൻ ബോഡിയെ കടത്തിവിട്ട് ഇന്റേണൽ സ്ട്രക്ചറിന്റെ ഒരു വിഷ്വലൈസേഷൻ എടുത്തതിന് ശേഷം അതിലൂടെ രോഗനിർണയം നടത്തുക മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. കൂടാതെ ഇതിനകത്ത് നമ്മൾ മെയിൻലി കവറപ്പ് ചെയ്യുന്നത് ഈ ഒരു മെഷീൻസിന്റെ മെയിന്റനൻസ്, എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് കവറപ്പ് ആകുന്നത്. പക്ഷെ നമ്മൾ റേഡിയോളജി കോഴ്സ് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ഈ റേഡിയോളജി, അതായത് MITയുടെ സബ്ജക്ട്സ് പ്ലസ് റേഡിയോ തെറാപ്പിയും വരുന്നുണ്ട്. റേഡിയോ തെറാപ്പി ആകുമ്പോഴത്തേക്ക് നമ്മൾ ക്യാൻസർ പേഷ്യൻസിനൊക്കെ കീമ ചെയ്യുന്നത് റേഡിയോ തെറാപ്പിസ്റ്റ് പോലുള്ള ആൾക്കാരൊക്കെയാണ്. സോ അതുകൊണ്ട് മെയിൻലി നമ്മൾ അതിനകത്ത് ഫോക്കസ് ചെയ്ത് പഠിക്കുന്നതെന്ന് പറയുന്നത് ഈ ഒരു തെറാപ്പി ബേസ് ചെയ്തിട്ടുള്ള സബ്ജക്ട്സ് ആണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഓൾമോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ 2 സബ്ജക്ട്സിന്റെയും മീൻസ് 2 കോഴ്സിന്റെയും ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്റ്റും സെയിം ആണ്, സിലബസ് സെയിം ആണ്. പക്ഷെ എന്താണ് ഡിഫറൻസ് വരുന്നതെന്ന് വെച്ചാൽ റേഡിയോളജിയിൽ ഒരു റേഡിയോ തെറാപ്പി എന്ന് പറഞ്ഞൊരു സബ്ജക്ട് എക്സ്ട്രാ പഠിക്കുന്നുണ്ട്. ഇത് മാത്രമാണ് ഈ 2 കോഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്. ഇപ്പൊ ഇതിന്റെ സ്കോപ്പ് അല്ലെങ്കിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ബോത്ത് ഇന്ത്യ ആൻഡ് എബ്രോഡ് നല്ല രീതിയിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു കോഴ്സും കൂടാണ് MIT എന്ന് പറയുന്നത്. ഡയറക്റ്റ് MIT കഴിഞ്ഞ ഒരു സ്റ്റുഡന്റിന് പോകാൻ പറ്റുന്ന ജോബ് റോൾസ് എന്ന് പറയുന്നത് MRT സ്കാൻ ടെക്നീഷ്യൻ ഉണ്ട്, CT സ്കാൻ ടെക്നീഷ്യൻ ഉണ്ട്, റേഡിയോഗ്രാഫർ, സോണോഗ്രാഫർ, ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജിസ്റ്റ്, പെറ്റ് സ്കാൻ ടെക്നീഷ്യൻ, റേഡിയേഷൻ സേഫ്റ്റി ഓഫീസർ ഇങ്ങനെയുള്ള മെയിൻ ഏരിയാസിലേക്കാണ് ജോബ് റോൾസ് വരുന്നത്. ഇത് കൂടാതെ റേഡിയോളജി പഠിച്ചൊരു സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിൽ റേഡിയോ തെറാപ്പിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഓപ്ഷനും അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി നമ്മൾ അഡ്മിഷൻസിന് വേണ്ടിയിട്ട് കോളേജ് ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, കോളേജ് ചൂസ് ചെയ്യുന്ന ടൈമിൽ ആ ഒരു കോളേജിന് മൾട്ടി സ്പെഷ്യാലിറ്റി അല്ലെന്നുണ്ടെങ്കിൽ ഓൺ മെഡിക്കൽ കോളേജ് ഒക്കെ ഉള്ള ഒരു കോളേജുകൾ മാത്രം ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ കേരളത്തിനകത്ത് ഇത് നേരത്തെ പറഞ്ഞ പോലെ BSc റേഡിയോളജി എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സ് ആയിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് വിരലിൽ എണ്ണാൻ പറ്റുന്ന ചുരുക്കം ചില കോളേജുകൾ മാത്രമേ കേരളത്തിനകത്തുള്ളൂ. ബട്ട് ഇത് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കേരളത്തിനകത്ത് നമുക്ക് LBS ത്രൂ ആണ് അലോട്ട്മെന്റ് ലഭിച്ച് അഡ്മിഷൻ കിട്ടുക. എന്ന്
പറഞ്ഞ് നിങ്ങൾ ആരും പറയാവണ്ട. നമ്മുടെ കേരളം കഴിഞ്ഞു കഴിഞ്ഞാൽ മലയാളി സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്ന നെക്സ്റ്റ് ഒരു പ്ലേസ് എന്ന് പറയുന്നത് കർണാടക പോലുള്ള ഒരു പ്ലേസിലെ കോളേജുകളാണ്. അതായത് മംഗലാപുരം, ബാംഗ്ലൂർ അങ്ങനത്തെ ഉള്ള പ്ലേസുകളിലൊക്കെ ഒരുപാട് കോളേജുകൾ, ഒരുപാട് നല്ല കോളേജുകളിൽ ഈ ഒരു കോഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. അവിടെ നമുക്ക് MIT ആൻഡ് റേഡിയോളജി എന്നും പറഞ്ഞ 2 കോഴ്സുകളായിട്ടാണ് വരുന്നത്. സോ അതിൽ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ചൂസ് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. അപ്പൊ BSc MIT കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസും അഡ്മിഷൻ പ്രൊസീജിയറും കോളേജ് ഡീറ്റെയിൽസും ഒക്കെ അറിയണ്ടേ? ഡു കോൺടാക്ട് വിത്ത് ESA എഡ്യൂക്കേഷൻ.